രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ എന്ന് വിളിക്കുമ്പോൾ എങ്ങനെ വിളി കേൾക്കുക? എന്തോ എന്ന് ഉറക്കെ വിളി കേൾക്കണം. ഈശോയുടെ കുഞ്ഞുമക്കളെ. എല്ലാവരും ഉറക്കെ വിളി കേട്ടു അല്ലേ? ഈശോയ്ക്ക് നിങ്ങൾ അങ്ങനെ വിളി കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. ഈശോയുടെ കുഞ്ഞുമക്കളെ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണല്ലേ? നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. കൈകൾ കൂപ്പി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ സ്നേഹം നിറഞ്ഞ ഈശോയെ, ഇന്നേ ദിവസം അങ്ങേ മനസ്സിലാക്കുവാനും അങ്ങേപോലെ മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും നന്മയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രാർത്ഥിച്ചു അല്ലേ? നല്ല കുട്ടികളെല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എടുത്തതൊക്കെ വായിച്ചു നോക്കിയില്ലേ? പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അയച്ചോ അല്ലേ? എല്ലാ അധ്യാപകർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും. എല്ലാ മിടുക്കർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമുക്കൊന്ന് ഓർത്തെടുത്താലോ? എന്തൊക്കെയാണ്? നമ്മൾ ഈശോയുടെ മാമോദീസയെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഈശോ ആരിൽ നിന്നാണ് മാമോദീസ സ്വീകരിച്ചത്? ആരും പറയുന്നുണ്ടല്ലോ, ഉറക്കെ പറഞ്ഞേ. ആരിൽ നിന്നാണ്? സ്നാപക യോഹന്നാനിൽ നിന്ന്. വെരി ഗുഡ്. ഈശോ ഏതു നദിയിൽ വെച്ചാണ് സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചത്? ഉറക്കെ പറയാം. യോർദാൻ നദിയിൽ നിന്ന്. ഈശോ യോർദാൻ നദിയിൽ സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ എഴുന്നള്ളി വന്നു. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ സ്വരം കേട്ടു. ദൈവം എന്താണ് പറഞ്ഞത്? നമുക്ക് ഒരുമിച്ച് പറയാം. ടീച്ചറുടെ കൂടെ ഉറക്കെ പറയാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ഈശോ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണെന്ന് ഈ ലോകത്തിന് ദൈവം വെളിപ്പെടുത്തി അല്ലേ? ആ ഈശോയുടെ മാമോദീസയെ നമ്മുടെ സഭ എന്നാണ് ആചരിക്കുന്നത്? എന്നാണ്? അറിയാവുന്ന മിടുക്കരൊക്കെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. എന്നാണ്? ജനുവരി 6-ാം തീയതി ധനഹ തിരുനാളായിട്ടാണല്ലേ ഈശോയുടെ മാമോദീസ നമ്മൾ ആചരിക്കുന്നത്. വെരി ഗുഡ്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? നല്ല കുട്ടികൾ. അപ്പോൾ ഈശോ 30-ാം വയസ്സ് വരെ നസ്രത്ത് എന്ന കൊച്ചു പട്ടണത്തിൽ ഈശോയുടെ അമ്മയായ മറിയത്തോടും വളർത്തുപിതാവായ ഔസേപിതാവിനോടും കൂടെ ആരാലും അറിയപ്പെടാത്ത രഹസ്യ ജീവിതമാണ് നയിച്ചിരുന്നത്. ഈശോയുടെ മാമോദീസയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോ ദൈവപുത്രനായി പുറമേ എല്ലാവർക്കും അറിയാവുന്ന പരസ്യ ജീവിതത്തിലെ ആരംഭം കുറിക്കുകയാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അതാണ് നമ്മൾ 10-ാം പാഠത്തിൽ പഠിക്കുന്നത്. ഈശോ ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചും പ്രസംഗിച്ചും ചുറ്റി സഞ്ചരിച്ചു. അവിടുന്ന് പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. ഈശോ എന്താണ് പഠിപ്പിച്ചത്? സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എന്താണ് ഈ സുവിശേഷം? മക്കൾ കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ വിശുദ്ധ ബലിയിൽ വൈദികൻ സുവിശേഷം വായിക്കുന്നതൊക്കെ ശ്രവിച്ചിട്ടുണ്ടാവും അല്ലേ? ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടോ? അതുപോലെ നമ്മൾ എന്നും കുടുംബ പ്രാർത്ഥനയിൽ വായിക്കാറില്ലേ സുവിശേഷ ഭാഗങ്ങളൊക്കെ? ഇനി വായിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. പിതാവായ ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം. എന്താണ്? പിതാവായ ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്ത. സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നല്ല വാർത്ത എന്നാണ്. എന്താണ് സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം? നല്ല വാർത്ത എന്നാണ്. ബൈബിൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലേ? വായിച്ചിട്ടില്ലേ? ബൈബിളിനെ നമ്മൾ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്, പഴയ നിയമവും പുതിയ നിയമവും. ഇതിൽ പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളെയാണ് നമ്മൾ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതാരൊക്കെയാണ് എഴുതിയതെന്നറിയോ? ടീച്ചറുടെ കൂടെ ഏറ്റുപറയാം. വിശുദ്ധ മത്തായി, വിശുദ്ധ മാർക്കോസ്, വിശുദ്ധ ലൂക്ക, വിശുദ്ധ യോഹന്നാൻ. ഇവർ 4 പേരാണ് ഈ സുവിശേഷങ്ങൾ എഴുതിയിട്ടുള്ളത്. ഈശോയുടെ ജനനം മുതൽ മരണവും സ്വർഗ്ഗാരോപണവും വരെ ഈശോ ഭൂമിയിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അവർ ഈ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി മക്കളെല്ലാവരും ഈ സുവിശേഷം വായിക്കണം. വീടുകളിൽ എന്നും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായിക്കണം. അപ്പോൾ സുവിശേഷം വായിക്കുമ്പോൾ ഈശോ ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അവിടുന്ന് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഈശോ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തി, വിശക്കുന്നവർക്ക് ആഹാരം നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു,
അങ്ങനെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മക്കൾക്കറിയോ അത് ഏതൊക്കെയാണെന്ന്? ഒരിക്കൽ ഈശോ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് രക്തസ്രാവത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീ, രോഗിണിയായ ഒരു സ്ത്രീയെ ഈശോയുടെ അടുത്തേക്ക് വരും. ഈശോയുടെ വസ്ത്രത്തിൻ്റെ ഒരു തുമ്പിൽ തൊട്ടാൽ മതി, എൻ്റെ രോഗം മാറുമെന്നുള്ള വിശ്വാസത്തോടെയാണ് അവൾ ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. ഈ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈശോയുടെ വസ്ത്രത്തിൻ്റെ തുമ്പിൽ തൊട്ടതും അവൾ രോഗം മാറി സുഖം പ്രാപിക്കുകയാണ്. ഈശോ തൻ്റെ ശക്തി പ്രവഹിക്കുന്നത് കണ്ടിട്ട് ചോദിക്കും, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടതെന്ന്. രക്തസ്രാവക്കാരിയായ സ്ത്രീ പേടിച്ച് ഈശോയോട് പറയും, ഗുരു, ഞാനാണ് അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തുമ്പിൽ തൊട്ടതെന്ന്. ഈശോയ്ക്ക് വളരെ സന്തോഷവും. അവളുടെ വിശ്വാസം കണ്ട് ഈശോ അവളെ അനുഗ്രഹിക്കും. അങ്ങനെ അനേകം രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ ഈശോയുടെ അടുത്ത് വന്നിട്ടുള്ള അനേകം രോഗികളെ, തളർവാദ രോഗികളെ, അതുപോലെ അന്ധരെ, കുഷ്ഠരോഗം ബാധിച്ചിട്ടുള്ളവരെ, അങ്ങനെ അനേകം രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല ഈശോ വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു വലിയ ജനക്കൂട്ടം ഈശോയെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു വിജനമായ സ്ഥലത്ത് എത്തിച്ചേരാണ്. ഒരുപാട് നേരം ഈശോ ദൈവസ്നേഹത്തെക്കുറിച്ചും പഠിപ്പിച്ചും പ്രസംഗിച്ചും ഒക്കെ അവരോട് കൂടെ ചെലവഴിക്കും. ഒരുപാട് നേരം വൈകുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് പറയും, ഗുരു, ഒരുപാട് നേരമായി ഇവർ അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, ഇവർക്ക് വിശക്കുന്നുണ്ട്, ഇവിടെ നിന്നും ഭക്ഷണമൊന്നും കിട്ടില്ല. അപ്പോൾ പട്ടണങ്ങളിലേക്ക് ഇവർ പോകുമ്പോൾ ചിലപ്പോൾ ഇവർ തളർന്നു വീഴും. അപ്പോൾ കുറേ സമയമായി. അങ്ങനെ പറയുമ്പോൾ ഈശോ പറയും, ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ. അങ്ങനെ ശിഷ്യന്മാർ അന്വേഷിക്കുമ്പോൾ 5 അപ്പവും 2 മീനുമാണ് കിട്ടുക. അവരത് ഈശോയിലേക്ക് കൊടുക്കും. ഈശോ അത് വാങ്ങി സ്വർഗത്തിലേക്ക് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ആശീർവദിച്ച് അതവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും കഴിച്ച് തൃപ്തരാവും. അവിടെ വന്നിരുന്നവരിലെ 5000-ഓളം പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതിലധികം അനേകം ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഭക്ഷിച്ച് ബാക്കി വന്നത് 12 കുട്ടകളോളം ശിഷ്യന്മാർ ശേഖരിച്ചു. അപ്പോൾ ഈശോയുടെ ഒരു കരുണ നോക്കി, വിശക്കുന്നവർക്ക് അവിടുന്ന് അപ്പം വർദ്ധിപ്പിച്ച് നൽകി അല്ലേ. ഇങ്ങനെ ഈശോ വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തു, രോഗികളെ സുഖപ്പെടുത്തി, പിന്നെ മരിച്ചവർ ഉയർപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ഈശോ നായിൻ എന്ന പട്ടണത്തിലായിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു ചെല്ലുന്നതും നഗര കവാടത്തിൽ കുറച്ച് പേര് ഒരു ശവമഞ്ചവുമായിട്ട് പോകുന്നത് ഈശോ കാണും. അതൊരു വിധവയുടെ ഏകപുത്രനായ ഒരു യുവാവായിരുന്നു. ഈശോയ്ക്ക് ഈ വിധവയോട് കരുണ തോന്നും. ഈശോ അവരുടെ അടുത്തേക്ക് ചെന്ന് ഈശോ യുവാവിനോട് പറയും, യുവാവെ എഴുന്നേൽക്കൂ എന്ന് പറയും. തൽക്ഷണം മരിച്ച ആ യുവാവ് എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ഈശോ ആ യുവാവിനെ അത്ഭുതകരമായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ഇതുപോലെ മരിച്ചവനായ ലാസറിനെയും ഒരു ബാലികയെയും ഒക്കെ ഈശോ ഉയർപ്പിക്കുന്നതായിട്ട് നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കാം. അങ്ങനെ കാരുണ്യവാനായ ദൈവം ചുറ്റി സഞ്ചരിച്ച് ഈശോ ദൈവത്തിൻ്റെ സ്നേഹവും സുവിശേഷവും രക്ഷയും എല്ലാം പാവപ്പെട്ട നല്ല മനുഷ്യർക്കും നൽകുന്നുണ്ട്. അങ്ങനെ ഈശോ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ നമുക്ക് സുവിശേഷത്തിൽ വായിച്ച് കണ്ടെത്താം. നമുക്കതൊരു പ്രവർത്തനമായിട്ട് ചെയ്താലോ? ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? ഈശോ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ സുവിശേഷങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ കുഞ്ഞുമക്കളെല്ലാവരും ചെയ്യേണ്ടത്, നിങ്ങൾ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങൾ എടുക്കുക. അതിൽ ഈശോ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അത്ഭുതം എടുത്ത് വായിച്ച് മനസ്സിലാക്കുക. ടീച്ചർക്ക് അറിയാം കുഞ്ഞുമക്കൾക്ക് പെട്ടെന്ന് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ മുതിർന്നവരുടെ സഹായം തേടാം. മാതാപിതാക്കളോടോ അധ്യാപകരോടോ ഈശോ ചെയ്ത ഏതെങ്കിലും അത്ഭുതങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം. അങ്ങനെ അത്ഭുതങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങളത് ഒരു വീഡിയോ ആയിട്ട് അവതരിപ്പിക്കണം. എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് അല്ലേ. ചിലർ പ്രസംഗമായിട്ടാവും അവതരിപ്പിക്കുക, ചിലർക്ക് കഥ പറയുന്നത് പോലെ പറയാൻ കിട്ടും, ചിലർക്ക് അത് വിവരണമായിട്ട് പറയാൻ കിട്ടും. ഈശോ ചെയ്ത ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു അത്ഭുതം നിങ്ങൾ അവതരിപ്പിച്ച് വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങളത് അധ്യാപകർക്കും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈശോയ്ക്ക് സാക്ഷ്യം നൽകുകയാണ്. ഈശോയുടെ സ്നേഹവും ഈശോ ഭൂമിയിൽ പ്രവർത്തിച്ച അത്ഭുതവും ഒക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൂടെ നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളായി മാറുകയാണ്. വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ഈ പ്രവർത്തനത്തിലൂടെ ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് ഈശോ ചെയ്ത അത്ഭുതങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. നമുക്കും ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്.
എന്നും നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മളെ പരിപാലിക്കുന്ന ദൈവം എത്ര നല്ലവനാണല്ലേ. നമ്മൾ പറഞ്ഞിട്ടാണോ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരാറുള്ളത്? അല്ലല്ലേ, നമ്മൾ ചോദിച്ചും അല്ലാതെയും ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകാറുണ്ട് അല്ലേ. നമുക്ക് നല്ല അപ്പനെ തന്നു, അമ്മയെ തന്നു, സ്വന്തമായി വീട് തന്നു, ഭക്ഷണം തരുന്നു, വസ്ത്രം തരുന്നു, പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും ഒക്കെ നൽകുന്നു അല്ലേ, നല്ല ആരോഗ്യം നൽകുന്നു. അങ്ങനെ നമ്മളെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിച്ച് കാരുണ്യവാനായ ദൈവം എന്നും നമ്മളെ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാലത്ത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തോട് എന്നും നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ആ കുരിശ് വരച്ച് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയെ, ഇന്നേ ദിവസം നീ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ അറിഞ്ഞും അറിയാതെയും അങ്ങ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈശോയെ എന്ന് പറഞ്ഞ് ഈശോയോട് നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. കുഞ്ഞുമക്കളെല്ലാവരും നന്ദി പറയാറുണ്ടോ ഈശോയോട്? ഇനി പറയാത്തവരുണ്ടെങ്കിൽ ഈശോയോട് നന്ദി പറഞ്ഞു വേണം നമ്മൾ ഓരോ ദിവസവും കടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈശോ തന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്കൊരു പാട്ടിലൂടെ നന്ദി പറഞ്ഞാലോ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ ചാടി എഴുന്നേറ്റോ ഈശോയുടെ കുഞ്ഞുമക്കളെല്ലാവരും പാടിക്കളിച്ച് രസിച്ച് ഈശോയോട് നന്ദി പറയാൻ പോവാണ്. എല്ലാവർക്കും ഒരുമിച്ച് പാട്ടുപാടി ഡാൻസ് കളിച്ച് ഈശോയോട് നന്ദി പറയാൻ പറ്റും. പാടാം. റെഡിയല്ലേ എല്ലാവരും? യേശുവിന് നന്ദി ചൊല്ലിയോ, യേശുവിന് നന്ദി ചൊല്ലിയോ, രാവും പകലും കാത്തു നമ്മെ കൂടെ നിന്ന് വഴി നടത്തും യേശുവിന് നന്ദി ചൊല്ലിയോ, രാവും പകലും കാത്തു നമ്മെ കൂടെ നിന്ന് വഴി നടത്തും യേശുവിന് നന്ദി ചൊല്ലിയോ. യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ, കോടി കോടി നന്ദി യേശുവേ. യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ, കോടി കോടി നന്ദി യേശുവേ. യേശുവിന് നന്ദി ചൊല്ലിയോ, യേശുവിന് നന്ദി ചൊല്ലിയോ. അപ്പനെയും അമ്മയെയും സ്വന്തം വീടും തന്നതിന് യേശുവിന് നന്ദി ചൊല്ലിയോ. അപ്പനെയും അമ്മയെയും സ്വന്തം വീടും തന്നതിന് യേശുവിന് നന്ദി ചൊല്ലിയോ. യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ, കോടി കോടി നന്ദി യേശുവേ. യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ, കോടി കോടി നന്ദി യേശുവേ. യേശുവിന് നന്ദി ചൊല്ലിയോ, യേശുവിന് നന്ദി ചൊല്ലിയോ. ഉണ്ണുവാനും ഒടുക്കുവാനും വേണ്ടുവോളം തന്നതിന് യേശുവിന് നന്ദി ചൊല്ലിയോ. ഉണ്ണുവാനും ഒടുക്കുവാനും വേണ്ടുവോളം തന്നതിന് യേശുവിന് നന്ദി ചൊല്ലിയോ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ജീസസ്, ലവ് യു ലവ് യു ലവ് യു ലവ് യു ജീസസ്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ജീസസ്, ലവ് യു ലവ് യു ലവ് യു ലവ് യു ജീസസ്. അപ്പോൾ കുഞ്ഞുമക്കളെല്ലാവരും ഈശോയോട് നന്ദി പറഞ്ഞ് സ്തുതിച്ചു അല്ലേ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം മക്കളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി.